നമസ്കാരം. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു മുതൽ ഉടയോൻ വരെ നിരവധി വ്യത്യസ്ത ചിത്രങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സംവിധായകനാണ് ഭദ്രൻ. സ്ഫടികത്തിലൂടെ മോഹൻലാലിന് ഒരു പ്രത്യേക ഇമേജ് നൽകിയ ഡയറക്ടർ ഭദ്രൻ്റെ പുതിയ പടമാണ് ഉടയോൻ. ആ ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഭദ്രനെ ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ഫസ്റ്റ് ലെറ്റ് മീ താങ്ക് യു സ്നേഹപൂർവ്വം എൻ്റെ ഈ പരിപാടിയിലേക്ക് വന്നതിന്. നമ്മൾ രണ്ടാളും ഒന്നിച്ചാണ് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്തതല്ലേ? അതെങ്ങനെയാണ് സാർ പറയും? എല്ലാവരും വിചാരിക്കും ഭദ്രൻ സാറിന്റെ പടത്തിൽ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടേ ഇല്ലല്ലോ. അല്ലല്ല, അങ്ങനെയല്ല. രോഹിണിയുടെ കക്ക എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ എൻ്റെ ആദ്യ സിനിമയായ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു ചിത്രം, ഈ രണ്ട് സിനിമയും ഏറെക്കുറെ അല്ല ഒരേ ഡേറ്റിലാണ് തിയേറ്ററിൽ വന്നത്. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും ബിഗ് സക്സസ്. കക്ക അത്ര സക്സസ് ആയില്ല. അപ്പോ യു വെർ നോ യു കാൻ ബി. സാറിന് ആ ഫസ്റ്റ് പടം തന്നെ ഒരു ഭയങ്കര വിജയമായിരുന്നു അല്ലേ? ഒരു ലവ് സ്റ്റോറിയും മോഹൻലാൽ, ശങ്കർ, മേനക, ദാറ്റ് വാസ് പാട്ടുകളും എന്തൊരു നല്ല പാട്ടുകളായിരുന്നു. അതിനുശേഷം ആ ഒരു സക്സസ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ റിപ്പീറ്റ് ആയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ സാറിന്? ഇല്ല, കാരണം ഞാൻ ബേസിക്കലി ഞാനൊരു സക്സസ് എപ്പോഴും സിനിമയിൽ കാണുമ്പോൾ അതേ രീതിയിലുള്ള സിനിമകൾ എടുക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. ഇപ്പം എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞ സിനിമ അന്നത്തെ കാലത്ത് വലിയ സക്സസ് ആയിരുന്നു. സോ അപ്പം സ്വാഭാവികമായിട്ട് എപ്പോഴും തോന്നാം ഇനി അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി തന്നെ, ഒരു മ്യൂസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ തന്നെ ഉണ്ടാക്കണം, അതായിരിക്കും ഒരു പക്ഷേ പ്രേക്ഷകന് ഇഷ്ടമെന്ന്. ഇല്ല, ഒരിക്കലുമല്ല. എൻ്റെ സിനിമകൾ എപ്പോഴും ഞാൻ ഒരു സിനിമയുമായി മറ്റൊരു സിനിമയ്ക്ക് പുലബന്ധം പോലും ഉണ്ടാവരുന്ന വളരെ നിർബന്ധമുള്ള ആളാണ്. അത് ചെയ്യാൻ പറ്റുമോ സാർ? എന്നുവെച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ ആ ഇത് തന്നെയല്ലേ നമ്മൾ ഓരോ ക്രിയേറ്റിവിറ്റിയിലേക്കും ചെയ്യണത്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു പങ്ക് എല്ലാ സിനിമയിലും ഉണ്ടാവില്ലേ? ഇസ് ദാറ്റ് നോട്ട് വൺ? അല്ല, ഞാൻ പക്ഷേ ഇങ്ങനെ പറയാം, എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞ സിനിമ ഞാൻ എടുത്തതിന് ശേഷം കുറേ സിനിമകൾക്ക് ശേഷം അയ്യർ ദ ഗ്രേറ്റ് സിനിമ എടുത്തു. സോ ഇറ്റ് വാസ് എ ടോട്ടലി an extreme contest. അതെ, എക്സ്ട്രീം ഫിലിം അല്ലേ? അപ്പം ലവ് സ്റ്റോറികൾ മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധായകനായി ഞാൻ അറിയപ്പെട്ടിരുന്നുവെങ്കിൽ ദാറ്റ് തോട്ട് വുഡ് നോട്ട് ഹാവ് കം ഇൻ ടു മൈ സിസ്റ്റം. സോ അങ്ങനെ എപ്പോഴും സിനിമകൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു തനിയാവർത്തനം ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അത് സിനിമ ജീവിതം പരീക്ഷണമെന്ന് പറയാറുണ്ട്. എപ്പോഴും സിനിമയും പരീക്ഷണം തന്നെയാണ്. എനിക്കറിയാം, ഞാൻ എൻ്റെ സ്ഫടികം സിനിമ എടുക്കുമ്പോൾ പോലും അനവധി ആൾക്കാർ മുട്ടനാടിൻ്റെ ചങ്കിൻ്റെ ചോര കുടിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ്, അത് മോഹൻലാലിനെ പോലെ വളരെ സ്നിഗ്ധതയുള്ളൊരു നടൻ, അപ്പോൾ അയാളിൽ അങ്ങനത്തെ ഒരു ഇംപൊസിഷൻ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് പലരും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അപ്പൻ്റെ കൈവെട്ടുക അതിനകത്ത്, പിന്നെ അടിച്ച് തുണി പറിക്കുക. അപ്പോൾ അത് കഥയിൽ അതെങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നതിനെക്കുറിച്ച് ആർക്കും അറിവുണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ അപ്പോഴൊക്കെ മോഹൻലാൽ എന്ന് പറഞ്ഞ വലിയ നടൻ്റെ ഒരു എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, കം ഓൺ വി വിൽ ഡു ഇറ്റ്. അപ്പോൾ എപ്പോഴും അദ്ദേഹം ഒരു ഡയറക്ടർ ആണ്, എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വളരെ താല്പര്യമുള്ള നടനെന്ന് മാത്രമല്ല, അദ്ദേഹം സംവിധായകൻ നടൻ കൂടിയാണ്. സംവിധായകൻ എന്ത് പറയുന്നു, തിരക്കഥാകൃത്തിന് തോന്നുകയാണ് ഈ സിനിമയ്ക്കകത്ത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രത്യേക ഭാവമുണ്ട്, ലാലിനെ പോലെ നടന് കടന്നു വരാനും അത് എനാക്ട് ചെയ്യപ്പെടാനുമുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്നുള്ളൊരു ബോധ്യം സംവിധായകനോ തിരക്കഥാകൃത്തോ കൊടുത്താൽ ലാൽ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ഇറ്റ്. അല്ലാതെ സ്വയം ചിന്തിച്ചിട്ടത് അതെങ്ങനെയല്ല ഞാൻ നാളെ വാ നോക്കട്ടെ, അങ്ങനൊന്നും അല്ല. അത് നമ്മൾ അദ്ദേഹത്തെ അങ്ങ് ജ്വലിപ്പിച്ചാൽ മതി. ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉടയകത്ത് പോലും അതിനകത്ത് വിഭിന്നമായ രണ്ട് സ്വഭാവമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. 76 വയസ്സ് പ്രായമുള്ള ശൂരനാട്ട് കുഞ്ഞേട്ടനും അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ ഒരു മകനായ ശൂരനാട്ട് പാപ്പോയി, രണ്ട് വിഭിന്ന സ്വഭാവങ്ങളുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. എല്ലാ സിനിമകളിലും എപ്പോഴും ഡ്യുവൽ റോൾസ് കാണിക്കുമ്പോൾ ഒരു കൺവെൻഷണൽ പാറ്റേൺ ഉണ്ട് എപ്പോഴും. അതിൽ നിന്ന് വളരെ വിട്ടിട്ടുള്ളൊരു പാറ്റേണാണ് ഇതിനകത്ത്. സോ അതിനകത്ത് ലാലിനോട് ഞാൻ ഈ കഥ പറയുകയും ഈ അപ്പൻ്റെ വേഷം കൂടെ പറഞ്ഞപ്പോൾ ലാൽ ആദ്യം പറഞ്ഞത് ബുദ്ധിമുട്ടായിരിക്കത്തില്ല. അത് ഞാൻ എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങളെപ്പോലുള്ളൊരു നടനാണ് ഇപ്പോൾ അത് ചെയ്യേണ്ടത്. അത് നന്നായിരിക്കുമല്ലേ? ഉടനെ ഉത്തരവാണ്, നന്നായിരിക്കുമല്ലേ? അപ്പോൾ അദ്ദേഹം ആരുടെ നടനാണ്? സംവിധായകൻ്റെ നടനാണ്. അല്ലാണ്ട് ഞാൻ ചെയ്താൽ ശരിയാകുമോ അല്ലെങ്കിൽ അത് അങ്ങനെ സംശയം അദ്ദേഹത്തിനില്ല. നമ്മൾ അദ്ദേഹത്തിന് എൻത്യൂസ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ജ്വലിപ്പിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് പരീക്ഷണമാണ് സിനിമ.
ജീവിതം പരീക്ഷണമാണെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ സിനിമകളും പരീക്ഷണം തന്നെയാണ്. നമുക്കെന്ത് ഇപ്പം എനിക്കറിയാം ഈ സിനിമ വളരെ എക്സ്പെക്ട് ചെയ്യുന്നൊരു സിനിമയാണ് കേരളത്തിൽ. ഇത് പ്രേക്ഷകരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അതിനെ കാണുമോ? ഐ ഡോണ്ട് നോ. അങ്ങനെ എനിക്ക് പറയാൻ കഴിയുന്നത് ഇത് നല്ല അന്തസ്സുറ്റ ഒരു സിനിമയായിരിക്കും, നല്ല വെടിപ്പുള്ളൊരു സിനിമയായിരിക്കും. ഇത്ര എനിക്ക് ഗ്യാരണ്ടി പറയാനുള്ളൂ. അതെ അതെ, അങ്ങനെ പലപ്പോഴും സാറ് ചെയ്തിട്ട് ഇത് നല്ല പടമാണ്, ഞാൻ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ റീച്ച് പീപ്പിൾ വിൽ ഓ മൈ ഗോഡ് വാട്ട് എ മൂവി എന്ന് തോന്നിപ്പിക്കും എന്ന് തോന്നിയിട്ട് പക്ഷെ റീച്ച് ആകാത്ത പടങ്ങൾ എന്തെങ്കിലും സാർ? അത് രോഹിണി, അത് തീർച്ചയാണ് സ്വാഭാവിക. അത് നേരത്തെ ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചൊന്ന് റിപ്പീറ്റ് ചെയ്യണം. അതാണ് ഈ പരീക്ഷണം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം വളരെ തുറന്ന് പറയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ കൂടി പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സിനിമ എടുക്കാറില്ല എന്ന് ഞാൻ ആദ്യം പറയും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ. കാരണം ആത്യന്തികമായിട്ട് സിനിമ എനിക്കിഷ്ടമാവണം. ഞാൻ അതിൽ കുറച്ച് സ്വാർത്ഥനാണ്. ഈ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ മൈലേജ് എന്താണ്, ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ്, ഞാനിതിനകത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ സംവിധായകനാണെന്ന് ഞാൻ പറയാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഞാനിതിനകത്ത് കടന്നു വരുമ്പോൾ എനിക്കിതിനകത്ത് എന്ത് ചെയ്യാനുണ്ട് എന്ന് ഞാൻ ആദ്യം അതാ പിന്നെ പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ സ്വാർത്ഥനായി കഴിഞ്ഞു. അപ്പോൾ ജനങ്ങൾ എനിക്ക് അപ്പോൾ മുൻപിലില്ല. പിന്നെ എപ്പോഴാണ് അവർ വരിക? ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ കഥയോ ഈ തിരക്കഥയോ ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും പറയും, വളരെ ആവേശത്തോടെ പറയും. അപ്പോൾ എൻ്റെ ആവേശമൊക്കെ കണ്ട് കഥയൊക്കെ കേട്ട് അവർ പറയും അപ്പാ ഇറ്റ്സ് ഗുഡ്, ഫെൻറ്റാസ്റ്റിക്. എൻ്റെ ഭാര്യ പറയും അയ്യോ ബദ്രൻ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ജനങ്ങളാണ്. എൻ്റെ ജനങ്ങളെ ഞാൻ കാണുന്നത്. അതെ, എക്സാക്ട്ലി. ഞാൻ എൻ്റെ കുടുംബത്തിനകത്ത് അത് ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ് കൊള്ളാമല്ലോ, ഇത് കൊള്ളാമല്ലോ. എൻ്റെ അയ്യർ ദ ഗ്രേറ്റ് സിനിമയുടെ കഥ ഞാൻ ആദ്യം അതിൻ്റെ ഒരു ക്രക്സ് ഞാൻ എൻ്റെ ഭാര്യയോട് ആദ്യം പറഞ്ഞപ്പോൾ, ഞങ്ങളെങ്ങാണ്ട് യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തോന്നുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഉടനെ കൊണ്ട് പറഞ്ഞു വളരെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ലേ, ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലപ്പോൾ തന്നെ ഞാൻ കോറി. ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയല്ലോ അല്ലേ. ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അന്ന് ആരും എടുക്കാൻ ധൈര്യപ്പെടാത്ത, ഇന്ന് പോലും അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ധൈര്യപ്പെടുമെന്ന് എനിക്കറിയത്തില്ല അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അത് എനിക്ക് ഏറ്റവും കൂടുതൽ റിഗാർഡുള്ളത് ഗുഡ് നൈറ്റ് മോഹനോടാണ്. അദ്ദേഹം ആ കഥ പറഞ്ഞപ്പോൾ രതീഷും അതിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്ന രതീഷും കഥ കേട്ടപ്പോൾ തന്നെ രതീഷിന് വളരെ ഇഷ്ടമായി. ഒപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. കാര്യം അന്ന് ഒരു പക്ഷേ 16-17 വർഷങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടേ ഇല്ല. ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു ആശയം പോലും ഞാൻ കേൾക്കുന്നത് സിസ്വർണിലുള്ള എൻ്റെ ഒരു ആത്മസുഹൃത്ത്, അതിലൊരു റിഡൈസിങ് കമ്പനിക്ക് വർക്ക് ചെയ്യുക. അദ്ദേഹം പറഞ്ഞിങ്ങനെ പ്രസാദ് ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഫോർ ടൈമിങ് ഇറ്റ് ഈസ് മെൻ ഫോർ പബ്ലിസിറ്റി, ആഡ്സിനൊക്കെയാണ് അത് വന്നിരിക്കുന്നത്. സിനിമയുടെ പ്രായോഗികത എനിക്കറിയില്ല. എനിക്ക് പോലും അതിനെക്കുറിച്ച് ഇത്ര ഇഫക്റ്റീവായിട്ട് എടുക്കാൻ കഴിയുമെന്ന് അന്ന് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ആകത്തുകയിലുണ്ടായിരുന്ന എൻ്റെ ആ കഥയിലുണ്ടായി എനിക്ക് തോന്നിയ ഒരു ആവേശം അതിൻ്റെ പുതുമയായിരുന്നു. ഈ പുതുമ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ, ടെസ്സിയോട് പറഞ്ഞപ്പോൾ കൊള്ളാം ബദ്രൻ, ഇത് ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞതായിരുന്നു എൻ്റെ മനസ്സിലന്ന് കുറിച്ചത്. ഇത് കൊള്ളാം. സോ അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയിലൂടെ എൻ്റെ ജനങ്ങളെ കണ്ടെത്തി എന്ന് പറയുന്നത്. അപ്പോൾ സാർ ഇപ്പോൾ ഓരോ കഥാപാത്രത്തിനെ ഉണ്ടാക്കിയിട്ട് അത് സൃഷ്ടിച്ചിട്ട് പിന്നെ ലാലിൻ്റെ അടുത്ത് യുവർ ഫേവറേറ്റ് ഹീറോ എന്ന് പറയാം. അത് എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ഹോൾ ഇന്ത്യൻ ഫിൽം മേക്കേഴ്സ്. Even Maniratnam was sometimes he was sharing with me. Simply superb. I know. Finest moments in his life. പുള്ളി പറഞ്ഞു finest moments in his life when he was working with him. See, അതാണ് ആ ഒരു മൂമെന്റ്സ് അദ്ദേഹത്തിലൂടെ മേക്ക് ചെയ്യുന്നത്. ഈവൻ ഈ ഉടയോൻ സിനിമയ്ക്കകത്ത് പോലും ഇത്രയും പേഷ്യൻസ് ആവശ്യമുള്ളൊരു കഥാപാത്രമില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ ഈ മേക്കപ്പ് ഇട്ട് അദ്ദേഹം റെഡിയായി സെറ്റിൽ വരുമ്പോൾ 10:30 മണിയാവും. പ്രൊസ്താറ്റിക്സ് കൊണ്ടുള്ള ഒത്തിരി അതും ലാല് ഈ മേക്കപ്പിൻ്റെ പ്രത്യേകത. നമ്മൾ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് കമൽഹാസനെ കണ്ടപ്പോൾ കമൽഹാസൻ എന്ന് പറഞ്ഞ ചിത്രം നമ്മൾ അതിൽ നിന്ന് മറക്കേണ്ടി വന്നു ആ കഥാപാത്രത്തെ കണ്ടപ്പോൾ. ഇതിനകത്ത് മോഹൻലാൽ എന്ന് പറഞ്ഞ രൂപം നമുക്ക് പ്രകടമായി കാണുകയും ചെയ്യാം. എന്നാൽ അതിനകത്ത് മാറ്റങ്ങളുണ്ടെന്ന് തന്നെ. സോ ഈ മാറ്റങ്ങളിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാന്ന് പറയുന്നത് അതിനൊരു 6-7 മാസത്തെ റിസർച്ച് ഉണ്ടായിരുന്നു. സോ അത് വളരെ ടെൻഡറാണ് ചെയ്ത് അത് അങ്ങ് പ്രകാശപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത്. അതിനകത്തോട്ട് ഒരു ആക്ടർ കടന്നു പോകുക എന്ന് പറയുന്നത് വളരെ ടീഡിയസ് ജോബാണ്. അദ്ദേഹം 5:30 മണിക്ക് എഴുന്നേറ്റ് അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ മേക്കപ്പ് മാൻ, പട്ടൺ ബഷീദാണ് ഇതിൻ്റെ മേക്കപ്പ് മാൻ. അയാൾ ഇതിൻ്റെ കൂടെ ഭയങ്കരമായിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10:30 മണിയാവും, ഭയങ്കര 10:30 മണിയാവും ഈ ആക്ടർ എൻ്റെ ഷോട്ടിന് മുമ്പിൽ വരാൻ.
അല്ലേ? അപ്പോൾ അത്രമാത്രം പെയിൻ, ആ പെയിൻ എടുക്കുന്നത് സന്തോഷത്തോടെയാണ്. Definitely. അപ്പോൾ സുഖமான സുഖങ്ങൾ എന്ന് ഈ പുള്ളി മേക്കപ്പ് ഒക്കെ ഇട്ട് ഇവിടെ സെറ്റിൽ വരുമ്പോൾ 10:30 മണിയാകുമ്പോൾ ഞാൻ ചിലപ്പോൾ മറ്റ് ഷോട്ടിൽ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. യാതൊരു പിണക്കവും ഇല്ല, പുള്ളി പോയി പുള്ളി മുറി പോയിരിക്കും. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വരുമ്പോൾ പുള്ളിയുടെ തന്നെ ആദ്യമേ എടുത്തില്ല, നോ കംപ്ലൈൻറ്റ് എന്ന് ഞാൻ പറയായിരുന്നു. ദി കൈൻഡ് ഓഫ് പേഴ്സൺ ആൻഡ് ആർട്ടിസ്റ്റ് ഹി ഈസ്. അപ്പോൾ അങ്ങനെ ലാലിനെ കൊണ്ട് അങ്കിൾ ബന്നെന്ന് ഒരു പടം ചെയ്തില്ലേ, അത് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു പരീക്ഷണം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല രോഹിണി, ഞാൻ പറയാം, ഞാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമകളും ഓടിയിട്ടുള്ള സിനിമകളുണ്ട്, ഓടാതെ പോയിട്ടുള്ള സിനിമകളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ശരി, ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമകളും എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല അത് വേണ്ടായിരുന്നു തോന്നിയിട്ടില്ല. കാരണം ആ സിനിമ ഞാൻ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്കകത്ത് ഞാൻ പൂർണ്ണമായി ഉണ്ടായിരുന്നു. ഞാൻ പൂർണ്ണമായി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പൂർണ്ണമായി അതിൽ വിശ്വസിച്ചിരുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നപ്പോൾ ഞാൻ എന്നെ സ്നേഹിച്ചിരുന്നു. എനിക്കിപ്പോൾ എങ്ങനെ തള്ളിപ്പറയാൻ നോക്കും? അന്ന് എന്നെ വിശ്വസിച്ച് അത്രയും പണം ചിലവാക്കിയ എൻ്റെ പ്രൊഡ്യൂസർ ഇന്ന് ഞാനത് വേണ്ടായിരുന്നു തോന്നി. അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നത്തില്ല, എന്താ ഇപ്പം അങ്ങനെ പറയുന്നത് അല്ലേ? അപ്പം അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നതല്ല, ഞാൻ അന്ന് അതിനെ വിശ്വസിച്ചിരുന്നു. അങ്കിൾ എന്ന സിനിമ ഇന്നും ഞാൻ പറയാം, എത്രയോ ആൾക്കാർ എന്നോട് പറഞ്ഞു, എന്ത് നല്ല ഡിഫറൻ്റ് ആയിട്ടൊരു ഫിലിമായിരുന്നു, ഭയങ്കര ക്യൂട്ട് ഫിലിമല്ലായിരുന്നു, ഇതെന്തേ ഓടാതെ പോയത്? ഇത് ഓടാതെ പോയതിൻ്റെ കാരണം ഞാൻ പിന്നീട് ഒരു അറ്റ് ലാർജ് സ്പെക്ട്രത്തിൽ ആൾക്കാരിലേക്ക് സിനിമ ഇറങ്ങി ചെല്ലുമ്പോൾ പലയിടത്തും എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്, എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനെ തടിയനായി പോയത്? അതെന്തിനാ അങ്ങനെ ഒരു ചിത്രം ആവശ്യമില്ലല്ലോ. അതെനിക്കൊന്ന് ഈ ഇന്ത്യൻ സിനിമകളുടെ ഒരു ആശയ ദാരിദ്ര്യമാണത്. എന്തിനാണ് അങ്ങനെ മോഹൻലാൽ തടിക്കാനൊരു കാരണം വേണോ? There was a person called Charlie. He happened to be fat. And this is the story of that. ഇല്ലേ? അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരെ, തടിയനായ ഈ ചാർലി എന്ന് പറഞ്ഞാൽ. നമ്മളെല്ലാവരും അങ്ങനെ ഒരു സ്നേഹിച്ചു പോവാണ് ഓരോ ആർട്ടിസ്റ്റിനോട്. ഒരു കഥാപാത്രം ഇങ്ങനെ ആയിരിക്കും, മോഹൻലാൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം, ഇങ്ങനെ അതിനകത്ത് മോഹൻലാൽ തടിച്ചു പോയല്ലോ എന്നോർത്തല്ല അവരുടെ പ്രശ്നം, തടിക്കാനൊരു കാരണം വേണ്ടിയിരുന്നില്ല. ഇപ്പം നമ്മുടെ ബഹുമാന്യനായ ജോൺ പോൾ, മലയാള സിനിമയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കഥാകൃത്താണ്, നല്ല റൈറ്ററാണ്. അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഒബിസിറ്റി ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? അദ്ദേഹത്തിനെ കാണുന്ന കാലം മുതലേ അയാൾക്ക് നല്ല ഒബിസിറ്റി ഉള്ള ആളാണ്. അതിനൊരു കാരണം എന്താണ്? അതിന് പ്രത്യേക കാരണമൊന്നും പറയാൻ നോക്കത്തില്ല. ഒരു കാരണത്തിന് ഒരു ചിത്രം വേണോ? എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ സിനിമ ആകാനും പാടില്ല. അപ്പം അങ്ങനെ ആവാം, പ്രൊവൈഡഡ് ആ സ്റ്റോറി ആ കോംപ്ലക്സിറ്റിക്ക് അകത്തുനിന്നായിരിക്കണം. ഞാൻ തടിച്ചുപോയി, എനിക്ക് സൊസൈറ്റിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കൊരു ദാമ്പത്യ ജീവിതമില്ല, അതിന്റെ കോംപ്ലക്സിറ്റി ആയിട്ടായിരിക്കണം കഥ, എങ്കിൽ ഇത് ഓക്കെ. ഇഫ് നോട്ട്, ഇതിന്റെ ആവശ്യം. എനിക്കതാണ് ഈ ആസ്വാദന തലം. എനിക്ക് എപ്പോഴും നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ പറയുന്ന രീതിയിലാകണമെന്നില്ല പ്രേക്ഷകൻ എപ്പോഴും ആസ്വദിക്കുക. അപ്പോൾ ഫിലിം മേക്കേഴ്സിനും തിരക്കഥാകൃത്തിനും എപ്പോഴും ഒരു കടമയുണ്ട്, ഈ ആൾക്കാരുടെ ആസ്വാദന തലം നമ്മളുടെ വളർത്തണം. അവൻ ഇഷ്ടപ്പെടുന്നത് മാത്രം കൊടുക്കുകയല്ല വേണ്ടത്. അവൻ ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല എന്ന് തോന്നുന്നത് നമ്മൾ കൊടുക്കണം. ഇഷ്ടപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു പടം പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന ഒരു ഗ്യാപ്പ് ഒരുപാട് ആയി പോയിട്ടുണ്ടോ? എനിക്ക് സിനിമ ചെയ്യാനോ? അല്ലല്ല, നോട്ട് ബിറ്റ്വീൻ ദ ഫിലിം ആൻഡ് ഫിലിം. അല്ല, ഒരു പ്രേക്ഷകർക്ക് ഈ സ്റ്റൈലുള്ള പടം ഇഷ്ടപ്പെടില്ല, എന്നാലും വി ഹാവ് ടു ബ്രിങ് ദം ടു ദാറ്റ് ലെവൽ എന്ന് എല്ലാ ഡയറക്ടേഴ്സും ചെയ്യണതല്ലേ. ഒരു നല്ല ഡയറക്ടറിന്റെ എല്ലാം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവരുടെ കാരണം ഞാൻ പറയാം, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഭാര്യ എന്ന് പറഞ്ഞ സിനിമ, സത്യമാഷൊക്കെ അഭിനയിച്ച ഭാര്യ സിനിമ, ആ സിനിമ ഇന്ന് ഒരുപക്ഷെ എടുത്താലും സിനിമ ഓടും. അപ്പോൾ സിനിമ ഒരുപക്ഷെ നിൽക്കുന്നത് അന്നത്തെ പോലെ തന്നെ ഇന്നുമാണ്. കാരണം അതുകൊണ്ടാണ് ഭാര്യ പോലത്തെ ചിത്രങ്ങൾ ഇന്നും ടെലിവിഷനകത്ത് സോട്ട് ആഫ്റ്റർ ആകുന്ന കാരണം. ഇപ്പോഴും ആൾക്കാർ അതിനെ സ്നേഹിക്കുന്നു. സോ ആൾക്കാർ അതുകൊണ്ടാണ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഓഫ് ബീറ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നില്ല. യെസ്, അതായത് ആൾക്കാർ ഫിലിം മേക്കേഴ്സും തിരക്കഥാകൃത്തുക്കളും ഓഫ് ബീറ്റ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാൻ ഭയപ്പെടുന്നതിൻ്റെ കാരണം അവർ നമ്മുടെ പ്രേക്ഷകൻ കൺവെൻഷണൽ ആയിട്ടുള്ള, ഇപ്പം ഞാൻ പറയാം, അയ്യർ ദ ഗ്രേറ്റ് സിനിമ പോലും റിലീസ് ചെയ്ത സമയത്ത് നമ്മുടെ പ്രേക്ഷകൻ ഇതെന്താ ഈ സിനിമ, മരത്തെ കയറി എല്ലാവർക്കും ഇതുണ്ടാകുമോ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ടു ടെക്നിക്കലാണല്ലോ എന്നൊക്കെ അന്നത്തെ ആൾക്കാർക്ക് ചിന്തകളുണ്ടായിരുന്നു. സാറി ഒരുപാട് എക്സ്പ്രസീവായിട്ട് ഇത്രയും എക്സ്പ്രഷൻസോട് പറയണമെന്ന് നോക്കുമ്പോൾ ഐ തിങ്ക് യു ആർ എ ബെസ്റ്റ് ആക്ടർ. ഐ കൻ സീ എ ഗുഡ് ആക്ടർ ഇൻ യു. അതിൻ്റെ ഒരു സ്വകാര്യ ദുഃഖമാണ് അത് പറയണ തന്നെ. യെസ് പ്ലീസ്. ഞാൻ സിനിമയിൽ വരുന്നത്
അഭിനയിക്കാനുള്ള ആഗ്രഹത്തിലും ആ ആവേശത്തിലുമാണ്. ആണേങ്ങപ്പാ. അപ്പോൾ അത് നടക്കാതെ പോയത് കൊണ്ടാണ് ഇത് സ്വകാര്യ ദുഃഖം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അത് ദുഃഖമൊന്നുമില്ല. ഇപ്പോൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ അഭിനയിപ്പിക്കാൻ ആട്ടിപ്പടിക്കൽ അല്ലേ സാറിൻ്റെ ഇപ്പോൾ ഒരു പടം കുറേ ഡേയ്സ് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയ ഒരു മീഡിയയിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള എന്താണ് അഭിപ്രായം? ഈ കുറേ ദിവസങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നതിന് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, ആ സിനിമ അത് ആവശ്യപ്പെടുന്നു. അല്ല, മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ മാർക്കറ്റ് നോക്കുമ്പോൾ അത്രയധികം ഷൂട്ടിംഗ് ഡേയ്സ് ഞാൻ ഇങ്ങനെ പറയാം, ഒരുപക്ഷെ ഒരു സിനിമ ഡിസർവ് ചെയ്യുന്ന സമയം ഒരുപക്ഷെ 50 ദിവസം എന്നിരിക്കട്ടെ. ഒരു 10 ദിവസം കൂടുതൽ ഷൂട്ട് ചെയ്തു എന്ന് കരുതി ആ പടത്തിന് കോസ്റ്റ് വർദ്ധിക്കുന്നില്ല. ഏറ്റവും ആവശ്യം ഒരു നല്ല പ്ലാനിങ് ആണ് ആവശ്യം. ഈ 60-50 ദിവസം കൊണ്ട് എടുക്കേണ്ട സിനിമ പലപ്പോഴും 60 ദിവസം ആയിപ്പോകുന്നതിന് കാരണം പ്ലാനിങ് ഇല്ലായ്മയാണ്. അതെ. അപ്പോൾ ഞാൻ പറയും, സിനിമയെ പ്ലാൻ ചെയ്യാൻ വേണ്ടി നല്ല MBA പഠിച്ച് പാസ്സായ ആൾക്കാർ ഇതിനൊക്കെ ചുറ്റും വേണം. കാരണം കാലം മാറി. അത് ശരിയാണ്. ഇല്ലേ? ഇപ്പോൾ ശങ്കറിൻ്റെ പുതിയ സിനിമ അന്യൻ സിനിമയുടെ കോസ്റ്റ് ഞാനിങ്ങനെ കേട്ടു 25 കോടി രൂപയോ മറ്റോ ആയി എന്നൊക്കെ കേൾക്കുന്നു. ആകുമായിരിക്കും, അത്രയും അതിന് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ 25 കോടി രൂപ ചിലവാക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ദ പൊട്ടൻസി ബിഹൈൻഡ്. ഇല്ലേ? അതിൻ്റെ ഒരു സെല്ലിംഗ് പോയിന്റ്, അതിൻ്റെ ഒരു റീച്ചബിലിറ്റി, അതിന് ചിലവാക്കേണ്ടി വന്ന മൊത്തം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലവാക്കേണ്ടി വന്ന പണം, എത്രയോ ബാങ്കുകളുമായിട്ടുള്ള അസോസിയേഷൻസ്. അപ്പോൾ അത് ഒരു ഇൻഡസ്ട്രി നടത്തുന്ന പോലെ തന്നെയല്ലേ. 25 കോടി രൂപ എ സ്പാൻ ഓഫ് ഒരു വർഷം കൊണ്ട് ചിലവാക്കാൻ ഒരു വ്യക്തിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 180 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടാകുക, ഇഫ് നോട്ട് സിനിമ. ഇല്ലേ? 25 കോടി രൂപ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു വർഷം മുടക്കാൻ ഒരു പ്രൊഡ്യൂസറുടെ ഉണ്ടെങ്കിൽ, അത് മാർക്കറ്റിൽ നിന്ന് എടുത്തോ എവിടുന്നോ ആയിക്കൊള്ളട്ടെ, ഒരു വർഷം കൊണ്ട് 25 കോടി രൂപ അങ്ങനെ ആ സിനിമയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. അത് സ്പെൻഡ് ചെയ്ത് ഫയർ വർക്ക്സ് പോലെ അങ്ങോട്ട് അങ്ങനെ പോവുകയാണ്, കഴിഞ്ഞ് പോവുകയാണ്. അല്ലേ? അങ്ങനെ ചിലവാക്കുന്ന ഒരു സിനിമ, 25 കോടി രൂപ മുടക്കുന്ന ഒരു സിനിമയുടെ പുറകിൽ 150-200 കോടി രൂപയുടെ പൊട്ടൻസിയാണ്, ഇഫ് നോട്ട് ഫോർ ഫിലിം. ഇല്ലേ? ഇല്ലേ? അപ്പോൾ ഇത് ഗവേൺ ചെയ്യാനും മാനേജ് ചെയ്യാനും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ പിന്നിൽ വേണ്ടേ? അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കോളൂ, എന്തെല്ലാം സിസ്റ്റമാണ് അതിനകത്ത്. ഇല്ലേ? അതുപോലെ തന്നെ മലയാളത്തിലേക്ക് വരാം. ഒരു മോഹൻലാൽ മമ്മൂട്ടി സിനിമ ഒരു 2.5 കോടി രൂപ മുതൽ 3 കോടി രൂപ വരെയാണ് ഇതിൻ്റെ കോസ്റ്റ്. മലയാളത്തെ സംബന്ധിച്ച് വലിയ കോസ്റ്റാണ്. ഇല്ലേ? കാരണം നമ്മുടെ ഒരു ഏരിയ ഓഫ് റൺ എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടൊരു ഏരിയ. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് നല്ല സിനിമ എടുക്കുകയും വേണം. അപ്പം മോഹൻലാലിനെ വെച്ച് ഞാനൊരു സിനിമ എടുക്കുമ്പോൾ അതെനിക്ക് ദൗത്യമായി മാറുകയാണ്. ഇതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കുമ്പസാരമാണിത്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു നടൻ ഒരു ബോട്ടെ കയറി കുട്ടനാട്ടിൽ പോയി അവിടെ ഒരു കുടുംബത്തിൽ എന്ത് ചെയ്യുന്നു കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇഷ്ടപ്പെടാം, വളരെ ആ യാത്ര ഡിഫറൻ്റ് ആയിരിക്കണം. ഇവിടുന്ന് ബോട്ട് പിടിച്ച് മോഹൻലാൽ വേമ്പനാട്ട് കായൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കുട്ടനാട്ടിൽ പോവുകയാണെങ്കിൽ ആ യാത്രയ്ക്കൊരു പ്രത്യേകത ഉണ്ടാവണം. പ്രത്യേകതയില്ലാത്തൊരു യാത്രയാണെങ്കിൽ ആ പടം ആ ചിത്രം റീച്ച് ചെയ്തില്ല. ഈ ഉടയോൻ എന്ന സിനിമ അതൊരു ചലച്ചിത്രമാക്കാൻ ഒരിക്കലും 35 ഡേയ്സ് കൊണ്ടോ 40 ഡേയ്സ് കൊണ്ടോ 50 ഡേയ്സ് കൊണ്ടോ പോസിബിൾ അല്ല. ഇതാരെടുത്താലും അത് പോസിബിൾ അല്ല. കാരണം ഒന്നാമതേ തന്നെ അതിൻ്റെ മേക്കപ്പ്, അതിനെടുക്കുന്ന സമയം, ഡ്യുവൽ പേഴ്സണാലിറ്റി, ഡ്യുവലായിട്ട് 2 അപ്പനും മകനുമായി അഭിനയിക്കുമ്പോൾ അതിൻ്റെ 3 ഷൂട്ട്സ്, എവ്രി സീൻ ഹാസ് ടു ഷൂട്ട് 3 times. 3 ലെയർ ഷൂട്ട്, ഫസ്റ്റ് ദ ആക്ടർ ദ ഫാദർ റോൾ ഷൂട്ട്, ദെൻ ദ തേർഡ് വൺ ദ സൺ ഷൂട്ട്. അങ്ങനെ 3-4 ലെയറിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇല്ലേ? അപ്പോൾ 3-4 പ്രാവശ്യം ഒരേ സീൻ എക്സിക്യൂട്ടീവായിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ സമയത്തെക്കുറിച്ച് നമ്മൾ കൺസേണായിട്ട് എന്ത് പ്രയോജനം? അപ്പോൾ നമ്മൾ ആദ്യമേ ആവശ്യം അങ്ങനത്തെ ഒരു സിനിമ നമുക്ക് യോഗ്യമാണ്. തീരുമാനം അവിടെയാണ്. തീരുമാനം സെറ്റിലല്ല ഉണ്ടാവേണ്ടത്, തീരുമാനം അക്രോസ് ദ ടേബിൾ. ഹിയർ നൗ യു ക്യാൻ ഡിസൈഡ്. ഇവിടെ തീരുമാനിക്കണം, ദിസ് ഈസ് മൈ സബ്ജക്റ്റ്, ദീസ് ആർ ദ ക്യാരക്ടേഴ്സ്, ദീസ് ആർ ദ വേ ഷുഡ് ബി എക്സിക്യൂട്ടഡ്. ഇത് പോസിബിൾ ആണ്. ഇഫ് ദ പ്രൊഡ്യൂസർ സേസ് ഇറ്റ് ഈസ്, ദെൻ ഗോ ഹെഡ് വിത്ത് ഇറ്റ്. പിന്നെ അത് നമ്മൾ സമയം കൂടുന്നു എന്ന് പറഞ്ഞത് എന്താ അർത്ഥം? 5000 കേട്ടുള്ള സിനിമ 30 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റും. ഇറ്റ്സ് ഹൈലി ടെക്നിക്കൽ ഫിലിം. ഇല്ലേ? അപ്പോൾ ടെക്നിക്കൽ എക്സലൻസ് ആവശ്യപ്പെടുന്ന സിനിമ, പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കകത്ത് ഒരു അപ്പനും മകനും ഒരുമിച്ച് വേഷം ഉള്ള
എന്നുള്ളത് കൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷവും കൂടെയാണ്. അത് ഞാൻ പറയാതെ തന്നെ സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഒരു സിനിമയ്ക്കകത്തോട്ട് ഈ ഒരു നടൻ രണ്ട് ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ കടന്നു പോകണം. നമ്മൾ കടന്നു പോകുമ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ അവിടെ പിന്നെ മഴ, നമ്മളോടൊപ്പം നേച്ചർ നിന്ന് വരത്തില്ല, എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കോമ്പിനേഷൻ കൃത്യമായിട്ട് വരത്തില്ല. അതെല്ലാം ഒരുമിച്ച് മേടിച്ചാൽ തന്നെ ഒരാൾ തെറ്റിച്ചാൽ മതി. ഞാൻ എപ്പോഴും സിനിമയിൽ പറയാറുള്ളതാണ്, ചീട്ട് കൊട്ടാരമാണ് ഷൂട്ടിംഗ്. ചീട്ട് കൊട്ടാരം. ഞാൻ മാത്രമാണ് വാക്ക് പറയാറുള്ളത്. ഒറ്റ കാർഡടിച്ചാൽ എല്ലാം കൂടെ പോകും. ശരിയാണോ? ശരിയാണ്. ബാക്കി ഒരു ബിൽഡിങ്ങിന്റെ ഒരു വാതിലൊടിഞ്ഞാൽ കറക്റ്റാണ്. ഇപ്പൊ സാർ എപ്പോഴും ഒരു ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ മാത്രം വെച്ചിട്ടാണ് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ മുഖങ്ങളെ വെച്ചിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചെറിയ പരാതിയുണ്ട്. അതെ, അത് ഞാൻ ഇങ്ങനെ പറയാം. ഞാൻ കടന്നു പോകുന്ന സിനിമകളെല്ലാം, കഥകളെല്ലാം തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ ഈ വളരെ വളരെ സിന്തറ്റിക് ആയിട്ടുള്ള സിനിമകൾ എടുക്കാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. അപ്പോൾ എല്ലാം എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ വളർന്ന എൻ്റെ ചുറ്റുപാടുകളും എൻ്റെ എൻവയറമെൻറ്റും എപ്പോഴും എൻ്റെ ഒരു നെസ്റ്റോളജി എന്നെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കടന്നു പോയ എൻ്റെ കാലഘട്ടം, ഞാൻ പഠിച്ചിരുന്ന എൻ്റെ സ്കൂള്, എൻ്റെ നാട്, എൻ്റെ മീനച്ചിലാറ്. അപ്പോൾ എനിക്ക് അതിന് ചുറ്റുമുള്ള കഥാപാത്രങ്ങളെല്ലാം വൈരുദ്ധ്യമുള്ള കഥാപാത്രങ്ങളാണ്. എപ്പോഴും വളരെ റിബലായിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ സിനിമകൾ എപ്പോഴും എനിക്കറിയാവുന്ന കഥാപാത്രത്തെ, എനിക്കറിയാവുന്ന ഒരു ഇപ്പം ഉദാഹരണമായിട്ട് ഔസേപ്പച്ചൻ അല്ലെങ്കിൽ ഒരു വർക്കിച്ചൻ, ഒരു പേര്, ഇങ്ങനൊരു വർക്കിച്ചനെ എനിക്ക് പണ്ട് അറിയാമായിരുന്നു. ആ ഒരു വർക്കിയെ ഞാൻ എൻ്റെ സിനിമയ്ക്കകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എനിക്ക് അതിനകത്ത് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താ റെസ്പോൺസിബിലിറ്റി? എനിക്കറിയാവുന്നത് മാത്രമേ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലേ? അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ചെറിയ ലവ് സ്റ്റോറികളും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ ഒരു പക്ഷേ എന്നെ അതിന് സഹായിക്കുന്നില്ലായിരിക്കാം. എപ്പോഴും അനുഭവമുള്ള, ഇപ്പോൾ എന്തുകൊണ്ടാണ് ശൂരനായിട്ട് കുഞ്ഞേട്ടൻ എന്ന കഥാപാത്രം എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി കാരണവന്മാരാണ്. സ്ഫടികത്തിലെ ആടുതോമായ എനിക്ക് ഒന്നല്ല, അതുപോലെ 15 ആടുതോമമാർ എനിക്കറിയാം. അതിനകത്ത് ചാക്കോ മാസ്റ്റർ എന്നെ തന്നെ 4 മാസ്റ്റർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. മാസ്റ്റർ ഭൂതലിംഗം, നായർ മാസ്റ്റർ, ഇങ്ങനെ 2-3 ആലിമൂട്ടി തോമസ് സാറ്, ഈ 3-4 മാസ്റ്റർമാർ എനിക്ക് തന്നെ അറിയാം. എപ്പോഴും കണക്ക് 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 കണക്ക്, നീ കണക്ക് പഠിക്കുക, എൻ്റെ മകൻ കണക്ക് കണക്ക് പഠിക്കാം, അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു മാസ്റ്റർ. ഇപ്പോൾ ഈ തോമസ് സാർ എന്നൊക്കെ പറഞ്ഞ ഈ സാറ് ഒറിജിനലി അദ്ദേഹത്തിൻ്റെ ചെരുപ്പിൻ്റെ അടിയിൽ ലാട ഇട്ടുണ്ട്. എപ്പോഴും മ്യൂസിക് ബേസ് ആയിട്ടുള്ള ഒരു പടങ്ങളാണ് കണ്ടിട്ടുള്ളത്. ലൈക്ക് മ്യൂസിക് ഈസ് എ പ്ലേയിങ് വെരി 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 ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ ഫിലിംസ്. അത് പാട്ടിനോട് സാർക്കുള്ള ഒരു താല്പര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ടൈം കഴിഞ്ഞു, കുറേ സംസാരിക്കണം എന്നുണ്ട്. എന്നാലും മേ ഐ റിക്വസ്റ്റ് യു ടു സിംഗ് എ സോങ് ബിഫോർ? അയ്യോ ഇല്ല, അത് ബുദ്ധിമുട്ടാണ്. അല്ലല്ല, ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ അതിലാണ് ഞാൻ ജനിച്ചതാണ്. അപ്പോൾ ആ നാട്ടിൽ നിന്ന് ഞാൻ അവിടുത്തെ സ്കൂളിങ് എനിക്ക് ശരിയല്ല എന്ന് എൻ്റെ മാതാപിതാക്കൾ മനസ്സിലാക്കിയപ്പോൾ എന്നെ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സ്കൂളിലേക്ക്, അത് ഇരിഞ്ഞാലക്കുട സെലേഷ്യൻസിൻ്റെ അങ്ങോട്ട് എന്നെ ബോർഡിങ്ങിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു തമിഴൻ അച്ഛനാണ് പ്രിൻസിപ്പൾ, റെക്ടറച്ഛൻ. അപ്പോൾ എന്നെ റെക്കമെൻഡ് ചെയ്ത ആൾ എന്നെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, അതാണ് ആദ്യത്തെ തമിഴ് ഞാൻ കേൾക്കുന്നത്, ഇവരെ പാത്താ ശരിയല്ലേ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ എന്നെ റെക്കമെൻഡ് ചെയ്ത കൊണ്ടുപോയ സാറ് ഒരു മാസ്റ്ററാണ്. അദ്ദേഹം ഞങ്ങളുടെ സെൻറ് തോമസ് സ്കൂളിലെ ഒരു NCCയുടെ മാസ്റ്ററാണ്. അപ്പോൾ അതേ ആരുവഴിയോ അറിഞ്ഞിങ്ങനെ ഈ സ്കൂൾ ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ അനിയനുണ്ട്, എൻ്റെ അനിയൻ അവിടെ എടുത്തു. എന്നെ ഇച്ചിരി ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പം ഉടനെ തന്നെ ഈ സാറ് പറഞ്ഞു, അച്ഛോ ഇവൻ നന്നായി പാടുമെന്ന് പറഞ്ഞു. അപ്പം പാടുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കി, യു സിംഗ്? ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, യെസ്, ഓക്കെ, സിംഗ് എ സോങ്. അപ്പം ഞാൻ പാടി, ഞാൻ പേശ നിനപ്പതെല്ലാം നീ പേശ വേണ്ടും, നാളോടും പൊഴുതോടും ഉറവാട വേണ്ടും. ഇത്ര മതി. അപ്പം ഞാൻ എന്തിനാ അത് പാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ് പാടി അച്ഛനെ വീഴിക്കാൻ. അപ്പം തന്നെ അച്ഛനെ അടിച്ച് പറഞ്ഞു, ഓക്കെ. നമ്മൾ അങ്ങനെ ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ സ്ഥിരം ഗായകനായി മാറി. വളരെ നന്ദി സർ ഈ പ്രോഗ്രാമിൽ വന്നതിന്. ഐ ഹോപ്പ് വി see you as an actor and a singer also. Mostly chances. ദൈവം എനിക്ക് ദീർഘായുസ് തന്നിട്ടുണ്ടെങ്കിൽ 80 വയസ്സിൽ ഞാൻ പടം ഡയറക്റ്റ് ചെയ്യും. Very sweet, very sweet.
താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.